എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് ഇതിഹാസ നായകനായ റോബിൻ ഹുഡ് എന്ന നോവലിൻ്റെ അവസാന ഭാഗം. തൻ്റെ ആസൂത്രണം പാളിയതിലുള്ള നിരാശയിൽ മാളികയുടെ മട്ടുപ്പാവിൽ ഭാര്യയോടൊപ്പം ഇരിക്കുകയായിരുന്നു നാടുവാഴി. എത്ര മിടുക്കനായ യോദ്ധാവാണ് അയാൾ! അയാളുടെ പ്രകടനം ഒന്ന് കാണേണ്ടത് തന്നെ. കാണാനും അയാൾ സുന്ദരനാണ്. പ്രഭു, പണ്ട് നമ്മുടെ ചന്തയിൽ വന്ന ഒരു മിടുക്കനായ ഇറച്ചിവെട്ടുകാരൻ പയ്യനില്ലേ, അവനുമായി ഇന്ന് മത്സരിച്ച് ജയിച്ച ആ ചെറുപ്പക്കാരന് നല്ല സാമ്യം തോന്നുന്നു. ഭാര്യയുടെ വാക്കുകൾ ഞെട്ടലോടെയാണ് നാടുവാഴി കേട്ടത്. ഹേയ്, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പണ്ടത്തെ കശാപ്പുകാരൻ റോബിൻ ഹുഡായിരുന്നുവെന്ന് നാടുവാഴി നാണക്കേടോർത്ത് ഭാര്യയോട് പറഞ്ഞില്ല. ഈ സമയം ഷെർവുഡിൽ റോബിൻ ഹുഡും സംഘവും വിജയാഘോഷത്തിലായിരുന്നു. ഗംഭീര സദ്യയാണ് ഒരുക്കിയിരുന്നത്. മെറിമൻ സംഘാംഗങ്ങൾ ആടിയും പാടിയും പരസ്പരം ആലിംഗനം ചെയ്തും അവരുടെ യജമാന്റെ വിജയം ആഘോഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് റോബിൻ ഹുഡ് എല്ലാവരോടുമായി പറഞ്ഞു, നാം ജയിച്ചു, നല്ലത്. പക്ഷേ എനിക്കൊരാഗ്രഹം. വിജയിച്ചത് ഈ റോബിൻ ഹുഡാണെന്ന് ആ മണ്ടൻ നാടുവാഴി അറിഞ്ഞിട്ടില്ല. നാം അയാളെ ശരിക്കും പറ്റിച്ച വിവരം ഒന്ന് അറിയിച്ചാലേ നമ്മുടെ വിജയം പൂർത്തിയാകൂ. നിങ്ങൾ എന്തു പറയുന്നു? എല്ലാവർക്കും അതിനോട് യോജിപ്പായിരുന്നു. പക്ഷേ എങ്ങനെ ഈ വിവരം നാടുവാഴിയുടെ ചെവിയിലെത്തിക്കും? അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പെട്ടെന്നാണ് ലിറ്റിൽ ജോൺ ഒരു ആശയവുമായി മുന്നോട്ട് വന്നത്. പ്രഭു, നമുക്ക് വിശദ വിവരങ്ങൾ ഒരു കത്തിലെഴുതി നാടുവാഴിക്ക് എത്തിച്ചു കൊടുത്താലോ? നല്ല ആശയം. കത്തയച്ചാൽ മതിയായിരുന്നു. പക്ഷേ ജോൺ, ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഒരു ദൂതൻ വശം കത്ത് അയാൾക്ക് എത്തിച്ചു എന്നിരിക്കട്ടെ. കത്ത് വായിച്ചാലുടൻ അയാൾ നമ്മുടെ ദൂതനെ വധിക്കും. എൻ്റെ പ്രിയപ്പെട്ട ആരെയും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അപകടത്തിലാക്കാൻ ഞാനില്ല. റോബിൻ ഹുഡ് പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷേ ലിറ്റിൽ ജോൺ അതിനും പോം വഴി കണ്ടെത്തി. പ്രഭു, അതിന് ദൂതൻ വശം കത്തയക്കാതിരുന്നാൽ പോരെ? അങ്ങ് കത്തെഴുതൂ. നമുക്കത് ഒരു അസ്ത്രത്തിൽ കൊരുത്ത് നോട്ടിംഗ്ഹാം നഗരത്തിലേക്ക് എഴുതുവിടാം. വിലാസമുള്ളതിനാൽ തീർച്ചയായും അത് നാടുവാഴിയുടെ പക്കൽ എത്തുക തന്നെ ചെയ്യും. കൊള്ളാം കൊള്ളാം, ലിറ്റിൽ ജോൺ അപാര ബുദ്ധിമാൻ തന്നെ. എല്ലാവരും ജോണിന് ജയ് വിളിച്ചു. സുഹൃത്തിനുള്ള അംഗീകാരം എന്ന വണ്ണം റോബിൻ ലിറ്റിൽ ജോണിനെ ആലിംഗനം ചെയ്തു. ഒട്ടും വൈകിയില്ല. റോബിൻ ഹുഡിൻ്റെ ലക്ഷ്യം തെറ്റാത്ത ശരങ്ങളിലൊന്ന് കത്തുമായി നോട്ടിംഗ്ഹാം നഗരത്തിൽ പതിച്ചു. പ്രതീക്ഷിച്ചതുപോലെ അത് നാടുവാഴിയുടെ കൈകളിൽ എത്തുകയും ചെയ്തു. താൻ തികച്ചും അപമാനിതനും പരാജിതനുമായതായി നാടുവാഴിക്ക് തോന്നി. കോപം സഹിക്കവയ്യാതെ അയാൾ റോബിൻ്റെ കത്ത് വലിച്ചു കീറി ദൂരേക്കെറിഞ്ഞു. പിന്നീട് ഒരു ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് മാളികയ്ക്ക് ചുറ്റും നടന്നു. അപ്പോഴും ഷെർവുഡിൽ മെറിമെനിൻ്റെ വിജയാഘോഷങ്ങൾ അവസാനിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഇംഗ്ലണ്ടിലൊരു സന്തോഷ വാർത്ത എത്തിച്ചേർന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട റിച്ചാർഡ് രാജാവ് പാലസ്തീനയിൽ നിന്നും മടങ്ങിയെത്തിയ വിവരമായിരുന്നു അത്. ഈ വിവരം ജനങ്ങൾ ആഹ്ലാദത്തോടെയാണ് കേട്ടത്. ജോൺ പ്രഭുവിൽ നിന്നൊരു മോചനം ഇംഗ്ലണ്ടിലെ ജനങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. റിച്ചാർഡ് രാജാവ് മടങ്ങിയെത്തിയതോടെ രാജ്യത്തിനാകെ ഒരു പ്രസന്നത കൈവന്നു. തെരുവുകൾ വീണ്ടും സജീവമായി. തൻ്റെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ റിച്ചാർഡ് രാജാവ് ഏറെ ദുഃഖിതനായിരുന്നു. ജോൺ പ്രഭുവിൻ്റെ ഏകാധിപത്യം തൻ്റെ രാജ്യത്തിന് വരുത്തിവെച്ച കഷ്ടപ്പാടുകൾ കണ്ട് അദ്ദേഹം ഏറെ അസ്വസ്ഥനായി. നാട്ടിലെത്തിയ ഉടനെ റിച്ചാർഡ് രാജാവ് ഭരണ ചുമതല ഏറ്റെടുത്തിരുന്നു. തൻ്റെ സഹോദരൻ വരുത്തിവെച്ച വിനകൾക്കെല്ലാം പരിഹാരം കാണുന്നതിനുള്ള ശ്രമമാണ് രാജാവ് ആദ്യം നടത്തിയത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തൻ്റെ കീഴിലുള്ള നാട്ടുരാജ്യങ്ങളിലെല്ലാം രാജാവ് സഞ്ചരിച്ചു. ജനങ്ങളുടെ പരാതി കേൾക്കാനും അവയ്ക്ക് പരിഹാരം കാണുവാനുമായി അദ്ദേഹം സമയം മാറ്റിവെച്ചു. അപ്പോഴും വനയാത്രക്കാരിൽ പലരും
തങ്ങൾ റോബിൻഹുഡിനെ കണ്ടതായി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ചിലർ പൊടിപ്പും തൊങ്ങലും ചേർത്ത റോബിൻ്റെ വീരകഥകൾ നാട്ടിലാകെ പാടി നടന്നു. രാജാവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും രാജാവിനെ റോബിനും കൂട്ടുകാരും കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും മെറിമൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു പോന്നു. തങ്ങളെ നേരിട്ട് കണ്ടാൽ രാജാവ് കടുത്ത ശിക്ഷ നൽകുമെന്ന് അവർ ഭയന്നു. വനത്തിലെ മാനുകളെ വേട്ടയാടാനുള്ള അധികാരം രാജാവിന് മാത്രമുള്ളതാണ്. പക്ഷേ റോബിനും കൂട്ടുകാരും ആ നിയമം നിരന്തരം ലംഘിക്കുന്നവരും. അതായിരുന്നു മെറിമൻ യോദ്ധാക്കളുടെ ഭയത്തിന് കാരണം. അതിനാൽ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പെടാതിരിക്കാൻ റോബിൻഹുഡും സംഘവും ഏറെ ശ്രദ്ധിച്ചു. റിച്ചാർഡ് രാജാവിനെ തികച്ചും മാന്യന്മാരായ മെറിമൻ ഏറെ ബഹുമാനിച്ചിരുന്നു. രാജാവിൻ്റെ വനയാത്രകളെ അവർ ഒരു വിധത്തിലും തടസ്സപ്പെടുത്തിയില്ല. രാജാവിൻ്റെ സുരക്ഷിതത്വം തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് അവർ കരുതി. വനത്തിലെ അപകട മേഖലയിൽ കൂടി കടന്നു പോകുന്ന അവസരങ്ങളിൽ മെറിമൻ രഹസ്യമായി രാജാവിനെ പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ കരുതിയാണ് അവർ അപ്രകാരം ചെയ്തത്. ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. തനിക്ക് റോബിൻഹുഡിനെ കാണാൻ കഴിയില്ല എന്ന് രാജാവിന് തോന്നിത്തുടങ്ങി. അദ്ദേഹം ഒപ്പമുണ്ടായിരുന്ന ബിഷപ്പിനോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ട ബിഷപ്പാണ് പുതിയൊരാശയം ഉന്നയിച്ചത്. പ്രഭോ, രാജാവിൻ്റെ വേഷത്തിൽ അങ്ങ് യാത്ര ചെയ്യുന്നിടത്തോളം കാലം അങ്ങേക്ക് റോബിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു സന്യാസിയുടെ വേഷമായിരുന്നെങ്കിൽ അങ്ങയുടെ മുമ്പിലേക്ക് ആ കാട്ടുകള്ളൻ പറന്നു വന്നേനെ. ഞങ്ങൾ സന്യാസിമാരാണല്ലോ അവൻ്റെ പ്രധാന ശത്രുക്കൾ. ബിഷപ്പിൻ്റെ അഭിപ്രായത്തിൽ കഴമ്പുണ്ടെന്ന് രാജാവിന് തോന്നി. അന്ന് മുതൽ രാജാവും പരിവാരങ്ങളും സന്യാസി വേഷധാരികളായാണ് കാട്ടിലൂടെ സഞ്ചരിച്ചത്. ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അവരുടെ മുമ്പിൽ പച്ച കുപ്പായധാരിയായ മനുഷ്യൻ പ്രത്യക്ഷനായി. കൂടെ അനുയായികളുമുണ്ട്. സന്യാസി സംഘം പെട്ടെന്ന് വഴിയിൽ നിന്നു. സംഘത്തിൽ ഉയരമുള്ളവനും കാണാൻ യോഗ്യനുമായ ആളിൻ്റെ മുഖത്താണ് റോബിൻ്റെ ശ്രദ്ധ മുഴുവൻ പതിഞ്ഞത്. ഒരുപക്ഷേ ഇയാളായിരിക്കും സന്യാസി സംഘത്തിൻ്റെ തലവൻ. കണ്ടിട്ട് മഠാധിപതിയുടെ മട്ടും ഭാവമൊക്കെയുണ്ട്. കയ്യിൽ ഇഷ്ടം പോലെ പണവും കാണും, ഉറപ്പ്. റോബിന് സന്തോഷമായി. അത്യാവശ്യമായി കുറെ പണം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു റോബിൻ. ദൈവമിത തൻ്റെ മുമ്പിലേക്ക് പണവുമായി ആളെ അയച്ചിരിക്കുന്നു. റോബിൻ മനസ്സിൽ കണക്കുകൂട്ടി. സന്യാസി ശ്രേഷ്ഠ, നമസ്കാരം. താങ്കളിപ്പോൾ എന്നെ അനുസരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ പണമുണ്ടാക്കുന്നത് താങ്കളെപ്പോലുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടാണ്. അന്യായമായ സാധുക്കളെ പിഴിഞ്ഞ് പണം സ്വരൂപിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെ ഞാൻ വെറുതെ വിടാറില്ല. തുറന്നു പറയാമല്ലോ, നിങ്ങളെ കൊള്ളയടിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. റോബിൻ്റെ വാക്കുകൾ സന്യാസിമാരിൽ ചലനമുണ്ടാക്കിയില്ല. സുഹൃത്തേ, ഞങ്ങൾ രാജാവിൻ്റെ ദൂതന്മാർ മാത്രമാണ്. താങ്കളെ കാണാൻ രാജാവിന് ആഗ്രഹമുണ്ട്. ഇതാ അദ്ദേഹത്തിൻ്റെ അടയാളമോതിരം നോക്കൂ. താങ്കൾക്ക് വിശ്വാസമാകും. രാജാക്കന്മാർ ദൂതന്മാരുടെ കൈവശം തങ്ങളുടെ അടയാളമോതിരങ്ങൾ കൊടുത്തയക്കുക അക്കാലത്ത് പതിവായിരുന്നു. ദൂതൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. റോബിൻഹുഡ് മോതിരം വാങ്ങി പരിശോധിച്ചു. ശരിയാണ്, ഇത് രാജാവിൻ്റെ അടയാളമോതിരം തന്നെ. ഇതിൽ രാജമുദ്രയുണ്ട്. റോബിന് വിശ്വാസമായി. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ഈശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. മഹാരാജാവിൻ്റെ വഞ്ചകരായ ശത്രുക്കളെ ദൈവം ശിക്ഷിക്കട്ടെ. റോബിൻഹുഡ് അടയാള മോതിരത്തെ വണങ്ങി ബഹുമാനം പ്രകടിപ്പിച്ചു. എങ്കിൽ താങ്കളെയും ദൈവത്തിന് ശിക്ഷിക്കേണ്ടി വരും. കാരണം താങ്കളും ഒരു വഞ്ചകനാണ്, ഒരു കാട്ടുകള്ളൻ. സന്യാസിയുടെ വാക്കുകൾ റോബിനെ ചൊടിപ്പിച്ചു. ഇല്ല, ഞാൻ വഞ്ചകനല്ല. ഒരിക്കലും ഞാൻ രാജ്യം നിന്ന് നടത്തിയിട്ടുമില്ല. ഒരു ദരിദ്രനെ പോലും ഇതുവരെ ഞാൻ കൊള്ളയടിച്ചിട്ടില്ല. ഞാൻ ആരുടെയെങ്കിലും പണം പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്പണക്കാരുടെ മാത്രമാണ്. അതുപോലെ പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന കള്ള സന്യാസിമാരെയും ഞാൻ വെറുതെ വിടാറില്ല. അവരിൽ നിന്ന് ലഭിക്കുന്ന പണമെല്ലാം ഞാൻ സാധുക്കൾക്ക് വിതരണം ചെയ്യാറേ ഉള്ളൂ. മാത്രമല്ല, അതിൽ ചില്ലിക്കാശ് പോലും എൻ്റെ ആവശ്യത്തിനായി ചെലവാക്കാറുമില്ല. റിച്ചാർഡ് മഹാരാജാവ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ
എല്ലാ കള്ളപ്പണക്കാരെയും നിലയ്ക്ക് നിർത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോൺ പ്രഭുവാണ് ഈ നാട് കുട്ടിച്ചോറാക്കിയത്. മഹാരാജാവിന് എന്നെ മനസ്സിലാകും. ഞാനൊരു വഞ്ചകനാണെന്ന് അദ്ദേഹം ഒരിക്കലും പറയില്ല. ഹാ, അതൊക്കെ പോട്ടെ. നിങ്ങൾക്കെല്ലാം ഷെർവുഡിലേക്ക് സ്വാഗതം. വന്നാലും രാജദൂതന്മാരായി നിങ്ങൾക്ക് എൻ്റെ പാചകക്കാർ നല്ലൊരു സദ്യ തന്നെ വിളമ്പുന്നതാണ്. റോബിൻ സന്യാസിമാരെ വിരുന്നിനായി ക്ഷണിച്ചു. സന്യാസി വേഷം ധരിച്ച രാജാവിനും കൂട്ടർക്കും പക്ഷേ സംശയമായിരുന്നു. ഈ വനത്തിൽ നല്ല സദ്യ എങ്ങനെ ഒരുക്കാനാണ്? പച്ച മാംസവും വേവിക്കാത്ത പച്ചക്കറിയുമൊക്കെയാവില്ലേ ഇവിടെ വിളമ്പുക? നോട്ടിംഗ്ഹാമിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതാവും നല്ലത്. കൂട്ടത്തിൽ ചിലർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടെങ്കിലും രാജാവ് വിരുന്നിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. റോബിൻഹുഡ് എന്ന കാട്ടുകള്ളനെ കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള അവസരമായാണ് അദ്ദേഹം അതിനെ കണ്ടത്. റോബിനൊപ്പം സന്യാസി സംഘം വിരുന്നിനായി വനത്തിനുള്ളിലേക്ക് നടന്നു. നിങ്ങൾ രാജദൂതന്മാരല്ലെങ്കിൽ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട കേട്ടോ. ചതി റോബിൻഹുഡ് പൊറുക്കില്ല. വെറുതെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ കള്ളം പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ധൈര്യമായിരിക്കൂ. നിങ്ങളുടെ പക്കലുള്ള പണം ഞാൻ തൊടുക പോലുമില്ല. നടക്കുന്നതിനിടയിൽ റോബിൻ അവരെ ഓർമ്മിപ്പിച്ചു. വൈകാതെ അവർ വലിയൊരു പുൽമൈതാനത്ത് എത്തിച്ചേർന്നു. രാജാവിനും കൂട്ടർക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. വലിയൊരു കൂട്ടം ആളുകൾക്ക് കഴിക്കാനാവശ്യമായ വിഭവങ്ങൾ മൈതാനത്ത് നിരന്നു കഴിഞ്ഞിരിക്കുന്നു. പൊരിച്ച മാനിറച്ചിയും പഴങ്ങളും മുന്തിരിച്ചാറുമെല്ലാം ആവോളമുണ്ട്. പച്ചക്കുപ്പായമണിഞ്ഞ യുവാക്കളാണ് ഭക്ഷണം വിളമ്പിയത്. അവർ തങ്ങളുടെ അതിഥികളെ വണങ്ങി. തുടർന്ന് ആദരപൂർവ്വം ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു. തികച്ചും രാജകീയമായ സ്വീകരണമാണ് സന്യാസിമാർക്ക് ലഭിച്ചത്. റോബിൻ തൻ്റെ കാഹളം ഉറക്കെ മുഴക്കി. വനത്തിനുള്ളിൽ നിന്ന് അതിവേഗം 100 കണക്കിന് പച്ചക്കുപ്പായക്കാർ അവിടേക്ക് ഓടിയെത്തി. അവർ ഓരോരുത്തരായി റോബിൻ്റെ മുന്നിലെത്തി സല്യൂട്ട് ചെയ്ത് പിന്നിലേക്ക് മാറി നിന്നു. അതിശയത്തോടെയാണ് റിച്ചാർഡ് രാജാവ് ഈ കാഴ്ചകൾ കണ്ടുനിന്നത്. റോബിനെ അയാളുടെ അനുയായികൾ രാജാവിനെ എന്ന പോലെ ബഹുമാനിക്കുന്നു. ഇത്രയും അച്ചടക്കവും അനുസരണയുമുള്ള ഭടന്മാർ തൻ്റെ സൈന്യത്തിൽ പോലുമില്ലെന്ന് രാജാവിന് തോന്നി. അദ്ദേഹത്തിന് റോബിനോട് ബഹുമാനം കലർന്ന ആരാധന തോന്നിത്തുടങ്ങിയിരുന്നു. സൽക്കാരം ആരംഭിച്ചു. രാജാവിനും കൂട്ടർക്കും സദ്യ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇളം മാനിറച്ചി ചുട്ടെടുത്തത് വിളമ്പിയപ്പോൾ രാജാവിന് ചിരി തോന്നാതിരുന്നില്ല. രാജാവിന് മാത്രമേ മാനുകളെ വേട്ടയാടാൻ അനുവാദമുള്ളൂ. തന്നെ തിരിച്ചറിയാത്ത റോബിൻഹുഡ് തൻ്റെ മുമ്പിൽ മാനിറച്ചി വിളമ്പി നിയമലംഘനം ചെയ്യുന്ന കാഴ്ച കണ്ട് രാജാവിന് കോപം തോന്നിയില്ല. പകരം അദ്ദേഹം ആ കാഴ്ച കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞു താങ്കൾ രാജനിന്ന് നടത്തിയിട്ടില്ല, നിയമം ലംഘിച്ചിട്ടില്ല എന്നൊക്കെ. എന്നിട്ട് രാജാവിൻ്റെ മാനുകളെ താങ്കൾ കൊന്ന് ഭക്ഷണമാക്കിയിരിക്കുന്നു. വിചിത്രം തന്നെ. എൻ്റെ ആളുകളെ എന്തായാലും ഞാൻ പട്ടിണിക്കിടില്ല. മാനുകളെ വധിക്കാൻ രാജാവിന് മാത്രമേ അധികാരമുള്ളൂ എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, നമ്മുടെ രാജാവ് ഇതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തില്ല. നല്ലവരായി യോദ്ധാക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനെ മാന്യനായി നമ്മുടെ രാജാവ് കുറ്റകൃത്യമായി കണക്കാക്കില്ല. തീർച്ച, റോബിൻഹുഡ് ഉറപ്പിച്ചു പറഞ്ഞു. ശരിയാണ്, രാജാവ് ഞങ്ങളോട് ഒരിക്കലും കോപിക്കാനിടയില്ല. പ്രത്യേകിച്ചും മാനിറച്ചി ഇത്ര മനോഹരമായി പാകം ചെയ്ത സ്ഥിതിക്ക്. ഉള്ളത് പറയാമല്ലോ സുഹൃത്തെ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുപോലെ സ്വാദിഷ്ടമായ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ താങ്കളോട് കോപിക്കില്ല കേട്ടോ. മഠാധിപതി ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. സൽക്കാരങ്ങൾ അവസാനിച്ചെങ്കിലും ആഘോഷങ്ങൾ അവസാനിച്ചിരുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കൂ. നമ്മുടെ അതിഥികളെ നന്നായി സന്തോഷിപ്പിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. നമുക്കിനി മനോഹരമായ ഒരു അസ്ത്രവിദ്യാ പ്രകടനം ഇവർക്കായി കാഴ്ചവെക്കാം. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് പ്രദർശനം മനോഹരമാക്കുക. ശ്രദ്ധിക്കൂ യോദ്ധാക്കളെ, റിച്ചാർഡ് മഹാരാജാവ് നേരിട്ട് വന്ന് നമ്മുടെ പ്രകടനം കാണുകയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ പ്രകടനം താനേ നന്നായിക്കൊള്ളും. അതിഗംഭീരമായ
അസ്ത്രവിദ്യാ പ്രകടനമാണ് പിന്നീട് അവിടെ നടന്നത്. സീൽക്കാരം ഉതിർത്തുകൊണ്ട് ശരങ്ങൾ ആകാശത്തുകൂടി പാഞ്ഞു. ഒന്നിന് പിന്നാലെ ഒന്നായി പറന്ന അമ്പുകൾ നീലാകാശത്തിന് താഴെ വിവിധ രൂപങ്ങൾ സൃഷ്ടിച്ചു. വളരെ അകലെയുള്ള ലക്ഷ്യങ്ങൾ മെറിമൻ അനായാസം ഭേദിക്കുന്നത് അതിഥികൾ അത്ഭുതത്തോടെയാണ് കണ്ടുനിന്നത്. പ്രദർശനത്തിനൊടുവിൽ അവർ കൈയടിച്ച് യോദ്ധാക്കളെ അനുമോദിച്ചു. നന്നായി റോബിൻ, നിങ്ങളുടെ ആളുകൾ മിടുക്കന്മാർ തന്നെ. നിങ്ങൾക്ക് മാപ്പ് തരാൻ ഞാൻ രാജാവിനോട് പറയുന്നുണ്ട്. രാജാവ് മാപ്പ് നൽകിയാൽ താങ്കൾ അദ്ദേഹത്തിൻ്റെ സൈന്യത്തോടൊപ്പം ചേർന്ന് രാജ്യത്തിനായി പ്രവർത്തിക്കാമോ? റിച്ചാർഡ് രാജാവിന് താങ്കളെപ്പോലെ സത്യസന്ധനും ധീരരുമായ ആളുകളെയാണ് ആവശ്യം. താങ്കൾ എന്ത് പറയുന്നു? മഠാധിപതിയുടെ ചോദ്യം റോബിനെ സന്തോഷവാനാക്കി. തീർച്ചയായും 100% കൂറോടെ ഞങ്ങൾ രാജാവിന് സേവിക്കും. മെറിമൻ തങ്ങളുടെ തലയിലെ തൊപ്പി ഊരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാജാവിനോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ചു. ഇത്രയുമായ സ്ഥിതിക്ക് സത്യാവസ്ഥ റോബിനെ അറിയിക്കാനുള്ള സമയമായെന്ന് രാജാവിന് തോന്നി. റിച്ചാർഡ് രാജാവ് ചിരിച്ചുകൊണ്ട് യഥാർത്ഥ വിവരങ്ങൾ റോബിനെ അറിയിച്ചു. ഞാൻ റിച്ചാർഡ്, ഇംഗ്ലണ്ടിൻ്റെ രാജാവ്. താങ്കളെ നേരിൽ കാണാനാണ് സന്യാസി വേഷത്തിൽ ഇവിടെ എത്തിയത്. സാക്ഷാൽ റിച്ചാർഡ് രാജാവ് തന്നെ കാണാൻ വനത്തിലേക്ക് എഴുന്നള്ളിയെന്നു. റോബിൻ ഹുഡ് അത്യധികം ആദരവോടെ രാജാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എഴുന്നേൽക്കൂ റോബിൻ, ഞാൻ താങ്കളോട് ക്ഷമിച്ചിരിക്കുന്നു. താങ്കളുടെ ചെയ്തികളിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. താങ്കളെപ്പോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനും എൻ്റെ സൈന്യത്തോടൊപ്പമില്ല. എഴുന്നേൽക്കൂ. ഇനി താങ്കൾ നമ്മുടെ സുഹൃത്തായിരിക്കും. മെറിമൻ ഇനി നമ്മോടൊപ്പമല്ലേ? തീർച്ചയായും മഹാരാജൻ. റിച്ചാർഡ് രാജാവ് നീണാൽ വാഴട്ടെ. പച്ചക്കുപ്പായക്കാർ ഉച്ചത്തിൽ രാജാവിനെ സ്തുതിച്ചു. തങ്ങളുടെ ആയുധം നിലത്ത് വെച്ച് അവർ രാജാവിനെ നോക്കി വിനയപൂർവ്വം ശിരസ് നമിച്ചു. വൈകാതെ അവർ രാജാവിനൊപ്പം നോട്ടിംഗ്ഹാമിലേക്ക് മാർച്ച് ചെയ്തു. റോബിനും സംഘവും മാർച്ച് ചെയ്തു വരുന്നത് വളരെ അകലെ നിന്നേ ഗ്രാമവാസികൾ കണ്ടിരുന്നു. റോബിൻ രാജാവിനെ യുദ്ധത്തിൽ വധിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനം നടത്തുകയാവുമെന്നാണ് ആ സാധുക്കൾ വിചാരിച്ചത്. ചിലർ ഈ കാഴ്ച കണ്ട് പരിഭ്രാന്തരായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആരവം മുഴക്കി വരുന്ന റോബിനെയും കൂട്ടരെയും കാണാൻ ചിലർ വീടുകളുടെ ബാൽക്കണിയിൽ വന്നു നിന്നു. സ്ത്രീകളും മറ്റും വീടുകളുടെ ജനാലകൾ തുറന്ന് തെരുവിലേക്ക് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് കാണാമായിരുന്നു. നമ്മുടെ രാജാവിനെ റോബിൻ ഹുഡ് വധിച്ചിരിക്കുന്നു. അയാൾ നോട്ടിംഗ്ഹാം പിടിച്ചെടുക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. നമ്മുടെ നാടുവാഴിയെ തൂക്കിലേറ്റാനായിരിക്കും ഇപ്പോഴത്തെ വരവ്. സന്യാസിമാരുടെ കാര്യം പോക്കു തന്നെ. ആശ്രമങ്ങൾ അവൻ അടിച്ചു തകർക്കും. ആളുകൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഭയപ്പാടോടെ നിന്നു. ഇല്ല, നമ്മുടെ രാജാവ് സുരക്ഷിതനാണ്. അത് കണ്ടോ, റോബിനും കൂട്ടുകാർക്കുമൊപ്പം കുതിരപ്പുറത്ത് നമ്മുടെ രാജാവുമുണ്ട്. അവർ സുഹൃത്തുക്കളായിരിക്കുന്നു. റിച്ചാർഡ് രാജാവ് ജയിക്കട്ടെ, റോബിൻ ഹുഡ് ജയിക്കട്ടെ. വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞത് ജനക്കൂട്ടത്തിന് അളവറ്റ ആശ്വാസം നൽകി. എല്ലാവരുടെയും കണ്ണുകൾ വീതിയുടെ അങ്ങേയറ്റത്തേക്ക് നീണ്ടു. ശരിയാണ്, താങ്കളുടെ രാജാവ് റോബിൻ ഹുഡുമായി ചിരിച്ചുല്ലസിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും രാജാവിനും റോബിനും ഉറക്കെ ജയ് വിളിച്ചു. ജനങ്ങൾ ആനന്ദത്തിൽ മതിമറന്നിരുന്നു. പക്ഷേ ഒരാൾ മാത്രം ഈ കാഴ്ചയിൽ ദുഃഖിതനായിരുന്നു. നോട്ടിംഗ്ഹാം നാടുവാഴിയായിരുന്നു അത്. പക്ഷേ നാടുവാഴിയെ അമ്പരപ്പിച്ച് റോബിൻ ഹുഡ് അയാളെ പുഞ്ചിരിച്ചുകൊണ്ടാണ് സമീപിച്ചത്. സുഹൃത്തേ, നമ്മൾ തമ്മിൽ എന്തിനാണ് ശത്രുത? നമുക്ക് നല്ല സുഹൃത്തുക്കളായിരുന്നുകൂടെ? ഇതാ, താങ്കളിൽ നിന്ന് പിടിച്ചെടുത്ത പണമെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അത് തിരിച്ചു തരാൻ കൂടിയാണ് ഞാൻ വന്നത്. പണം തിരികെ കിട്ടുമെന്ന് കേട്ട മാത്രയിൽ നാടുവാഴി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. റോബിനോട് അയാൾക്കുണ്ടായിരുന്ന പകയും ദേഷ്യവും മഞ്ഞ് പോലെ ഉരുകി. പക്ഷേ കൗശലക്കാരനായ റോബിൻ ഹുഡ് തുടർന്ന് പറഞ്ഞു, ഞാൻ പണം തിരികെ തരുന്ന സ്ഥിതിക്ക് അങ്ങേക്ക് ഞാൻ പണ്ട് തന്ന സദ്യയ്ക്ക് പകരമായി ഒരു വിരുന്ന് സൽക്കാരം ഞങ്ങൾക്ക് തരുന്നതല്ലേ അതിൻ്റെ ന്യായം?
നമ്മുടെ മഹാരാജാവിനെ കൂടി സദ്യയ്ക്ക് ക്ഷണിക്കുക. അദ്ദേഹത്തോടൊപ്പം ഞാനും വിരുന്നിൽ പങ്കെടുത്തുകൊള്ളാം. എന്തു പറയുന്നു? താൻ വീണ്ടും ആപ്പിലായതായി നാടുവാഴിക്ക് തോന്നി. രാജാവിനെയും മറ്റും ക്ഷണിച്ചു നടത്തുന്ന സൽക്കാരം മോശമായാൽ കുഴപ്പമാകും. നല്ല രീതിയിൽ വിരുന്ന് നടത്തിയാൽ തനിക്ക് റോബിൻഹുഡ് തിരികെ തന്ന 300 പൗണ്ടിനേക്കാൾ കൂടുതൽ തുക ചിലവാകും. പക്ഷേ ഇനി സദ്യ നടത്താതിരിക്കാനും പറ്റില്ല. ആകെ നിരാശനായ നാടുവാഴി നിവർത്തിയില്ലാതെ രാജാവിനെ വിരുന്നിലേക്ക് ക്ഷണിക്കുകയും രാജാവും ഒപ്പം റോബിൻഹുഡും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ നാടുവാഴിക്ക് മനസ്സമാധാനത്തോടെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പണവും പോയി. തൻ്റെ ശത്രു രാജാവിൻ്റെ സുഹൃത്തുമായി. അപമാനിതനായ നാടുവാഴിക്ക് മരിച്ചാലോ എന്ന് പോലും തോന്നി. ദുഷ്ടനായ നാടുവാഴി ഒരു പാഠം പഠിപ്പിക്കുക കൂടിയായിരുന്നു വിരുന്ന് സൽക്കാരത്തിലൂടെ റോബിൻഹുഡ് ലക്ഷ്യം വെച്ചത്. അത് നടപ്പിലാവുകയും ചെയ്തു. പിറ്റേന്ന് രാജാവിനും പരിവാരങ്ങൾക്കുമൊപ്പം റോബിൻഹുഡും അദ്ദേഹത്തിൻ്റെ മെറിമെന്നും ലണ്ടനിലേക്ക് യാത്രയായി. കാലങ്ങൾക്ക് മുമ്പ് രാജകുമാരനെ പോലെ കഴിഞ്ഞ തൻ്റെ ജന്മനാട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ റോബിൻഹുഡ് അത്യധികം ആഹ്ലാദിച്ചു. റിച്ചാർഡ് രാജാവിൻ്റെ വിശ്വസ്തരായി റോബിനും കൂട്ടരും കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞു. എങ്കിലും അധികകാലം ആ സൗഹൃദം തുടരാനായില്ല. റിച്ചാർഡ് രാജാവ് നാട് നീങ്ങിയതോടെ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കി. രാജാവിന് അനന്തരാവകാശികൾ ഇല്ലാതിരുന്നതിനാൽ രാജഭരണം വീണ്ടും ദുഷ്ടനായ ജോൺ പ്രഭുവിലെത്തിയതോടെ ദുഃഖിതനായ റോബിൻ ഷെർവുഡിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും മെറിമൻ നോട്ടിംഗ്ഹാമിലേക്ക് മടങ്ങി പോവുകയുണ്ടായില്ല. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഷെർവുഡ് വനത്തിൻ്റെ മുഖം ഏറെ മാറിയിരുന്നു. വനയാത്രികർ ഈയിടെയായി റോബിൻഹുഡിനെ കാണാറേയില്ല. സാധുക്കളായ ഗ്രാമവാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ട റോബിനെ കാണാതെ ദുഃഖിതരായിരുന്നു. ഇരുട്ടിൻ്റെ മറവിൽ ആഹാരവും പണവുമായി തങ്ങളുടെ മുമ്പിൽ റോബിൻ എത്തുമെന്ന് കരുതി കാത്തിരുന്ന നിരവധി സാധുക്കളുടെയും അനാഥരുടെയും പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങിയ കാലമായിരുന്നു അത്. ഷെർവുഡിൽ പക്ഷേ ഒരു സാധാരണ ദിവസമായിരുന്നു അത്. അങ്ങകലെ പുൽമേടിന് മധ്യഭാഗത്തുള്ള തടാകക്കരയിൽ വൃദ്ധനായൊരു മനുഷ്യൻ നിൽപ്പുണ്ട്. തല നരച്ച് വിളറിയ മുഖമുള്ള അയാൾ പച്ച വസ്ത്രമാണ് ധരിച്ചിരുന്നത്. വാർദ്ധക്യം ബാധിച്ചിരുന്നെങ്കിലും തല ഉയർത്തിപ്പിടിച്ച് നടുനിവർത്തിയാണ് ഇപ്പോഴും അയാൾ നിൽക്കുന്നത്. അങ്ങകലെയുള്ള എന്തോ ഒന്നിനെ ലക്ഷ്യമാക്കി തൻ്റെ വില്ല് കുലച്ചു നിന്ന വൃദ്ധൻ്റെ സമീപം മറ്റൊരാൾ കൂടി നിൽക്കുന്നത് കാണാം. വൃദ്ധൻ്റെ വില്ലിൽ നിന്ന് ഹുങ്കാര ശബ്ദത്തോടെ ശരം അകലേക്ക് പാഞ്ഞു. ഒരു മരക്കൊമ്പിൽ തട്ടി അത് ലക്ഷ്യത്തിലെത്താതെ താഴെ വീഴുകയും ചെയ്തു. ഛേ, ഇത്തവണയും ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. എന്താണിത്? ലിറ്റിൽ ജോൺ, ആയുധം താഴെ വയ്ക്കാനുള്ള സമയമായി എന്നെനിക്ക് തോന്നുന്നു, അല്ലേ? ആ വൃദ്ധൻ റോബിൻഹുഡ് അല്ലാതെ മറ്റാരുമായിരുന്നില്ല. അടുത്തു നിന്നയാൾ റോബിൻ്റെ ആത്മസുഹൃത്ത് ലിറ്റിൽ ജോണും. പ്രഭു, ദുഃഖിക്കാതിരിക്കൂ. വാർദ്ധക്യത്തിലെത്തിയാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ്. കാഴ്ചയും ആരോഗ്യവും കുറയും. ഇപ്പോഴും അങ്ങേക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. ലിറ്റിൽ ജോൺ തൻ്റെ യജമാനെ ആശ്വസിപ്പിക്കാൻ ചിലത് പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും വാർദ്ധക്യം റോബിൻഹുഡിനെ വല്ലാതെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു എന്നതായിരുന്നു വാസ്തവം. ഓരോ ദിവസം കഴിയുന്തോറും റോബിൻഹുഡ് കൂടുതൽ ക്ഷീണിതനായി കൊണ്ടിരിക്കുകയാണെന്ന് ലിറ്റിൽ ജോണിന് അറിയാമായിരുന്നു. ഒരു നിഴൽ പോലെ തൻ്റെ യജമാനോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കാൻ ലിറ്റിൽ ജോൺ ശ്രദ്ധിച്ചു. അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം നാൾക്കുനാൾ കൂടിക്കൊണ്ടിരുന്നു. ലിറ്റിൽ ജോണിനെ കൂടാതെ ഒരു നിമിഷം പോലും കഴിയാൻ വൃദ്ധനായ റോബിൻഹുഡ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. തൻ്റെ യജമാൻ്റെ ആരോഗ്യനില നാൾക്കുനാൾ വഷളായി വരുന്നത് ലിറ്റിൽ ജോണിനെ ഏറെ ദുഃഖിപ്പിച്ചു. അക്കാലത്ത് വൈദ്യസഹായം കിട്ടാനുള്ള മാർഗം നന്നേ കുറവായിരുന്നു. ആകെയുള്ളത് ചില ദുർമന്ത്രവാദികളും നാട്ടുവൈദ്യന്മാരുമാണ്. അശാസ്ത്രീയമായ ചികിത്സാരീതിയാണ് അവർ പിന്തുടർന്നു വന്നിരുന്നത്. രോഗിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിക്കും, അല്ലെങ്കിൽ മരണം. ഇതായിരുന്നു അക്കാലത്തെ അവസ്ഥ. ശരീരത്തിൽ നിന്ന് രക്തമൊഴുക്കിക്കളയുന്ന
ഒരു തരം ചികിത്സയാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. രോഗിയുടെ കയ്യിൽ മുറിവുണ്ടാക്കി കുറേയേറെ രക്തം പുറത്തു കളയും. അശുദ്ധ രക്തം പോയി കഴിഞ്ഞാൽ രോഗം ഭേദമാകുമെന്നായിരുന്നു അന്നത്തെ വിശ്വാസം. ഏതെങ്കിലും നാട്ടുവൈദ്യനെ കൊണ്ട് ചികിത്സ നടത്താൻ ലിറ്റിൽ ജോൺ പല തവണ നിർബന്ധിച്ചിരുന്നുവെങ്കിലും റോബിൻഹുഡ് അതിന് തയ്യാറായിരുന്നില്ല. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. നാൾക്കുനാൾ റോബിൻഹുഡിൻ്റെ ശരീരം ദുർബലമായി കൊണ്ടിരുന്നു. കൈകൾ വിറയ്ക്കുന്നത് മൂലം ഭക്ഷണം കഴിക്കാൻ പോലും പരസഹായം വേണ്ടിവരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ലിറ്റിൽ ജോൺ, എനിക്ക് തീരെ വയ്യാതെയായിരിക്കുന്നു. എനിക്കിനി ആയുധമെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയോ എനിക്ക് സംഭവിക്കുന്നു. കിർക്ക്ലി ആബിയിൽ വകയിലൊരു സഹോദരി എനിക്കുണ്ട്. മിടുക്കിയാണ്, നന്നായി ചികിത്സിക്കും. നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാം. റോബിൻ്റെ വാക്കുകൾ കേട്ട ലിറ്റിൽ ജോണിന് സന്തോഷമായി. ഏത് വിധേനയും തൻ്റെ യജമാൻ്റെ അസ്വസ്ഥതകൾ മാറിയാൽ മതിയെന്നായിരുന്നു അയാളുടെ മനസ്സിൽ. വൈകാതെ റോബിൻഹുഡും ലിറ്റിൽ ജോണും കിർക്ക്ലി ആബിയിലേക്ക് യാത്ര തിരിച്ചു. ഒരു ക്രിസ്മസ് കാലത്തായിരുന്നു അവരുടെ യാത്ര. കൊടും തണുപ്പ് മൂലം ഇരുവരും വഴിയിൽ തന്നെ വിഷമിച്ചു. നല്ല ആരോഗ്യമുള്ളവർ പോലും വിറച്ചു വീഴുന്ന അവസ്ഥ. പക്ഷേ റോബിനും ലിറ്റിൽ ജോണും തങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. പ്രതിബന്ധങ്ങൾ ധൈര്യശാലികൾക്ക് ആവേശം പകരുമെന്നാണല്ലോ. പക്ഷേ പാതി വഴി കഴിഞ്ഞപ്പോഴേക്കും റോബിൻ തീരെ അവശനായി. കുതിരയുടെ കടിഞ്ഞാൻ പിടിക്കാനാവാത്ത വിധം ക്ഷീണിതനായിരുന്നു റോബിൻ. അപകടം മനസ്സിലാക്കിയ ലിറ്റിൽ ജോൺ തൻ്റെ യജമാനെ തോളിലേറ്റിയാണ് ബാക്കി ദൂരം സഞ്ചരിച്ചത്. ഒടുവിലവർ റോബിൻ്റെ ബന്ധുവായ സ്ത്രീയുടെ വീട്ടിലെത്തി. അവർ ഇപ്പോൾ ഒരു സന്യാസിനിയാണ്. യോർക്ക്ഷയറിലെ ഒരു മഠത്തിൻ്റെ ചുമതല വഹിച്ചു വരികയാണ് ഇപ്പോഴവർ. സന്യാസിനി സന്തോഷപൂർവ്വം തൻ്റെ ബന്ധുവായ റോബിനെയും സുഹൃത്ത് ലിറ്റിൽ ജോണിനെയും സ്വീകരിച്ചു. റോബിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യനിലയെക്കുറിച്ച് വിശദമായി ലിറ്റിൽ ജോൺ സന്യാസിയോട് പറഞ്ഞു. അവർ റോബിനെ ഒരു കട്ടിലിൽ കിടത്തിയ ശേഷം പരിശോധിച്ചു. ശരിയാണ്, റോബിൻ്റെ നില അതീവ ഗുരുതരമാണ്. കുറെ അശുദ്ധ രക്തം വാർന്നു പോയാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കും. എത്രയും വേഗം അത് ചെയ്യേണ്ടതുണ്ട്. റോബിൻ്റെ മുഖത്ത് കുനിഞ്ഞു നോക്കിക്കൊണ്ട് ഇത്രയും പറഞ്ഞ സന്യാസിനിയുടെ മുഖത്ത് ക്രൂരമായ ഒരു തിളക്കമുണ്ടായിരുന്നു. ഒരു ദുർമന്ത്രവാദിനിയുടെ മുഖമായിരുന്നു അപ്പോഴവർക്ക്. പക്ഷേ ലിറ്റിൽ ജോണിന് അവരുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നില്ല. കണ്ടിരുന്നെങ്കിൽ അപ്പോൾ തന്നെ റോബിനെ അവിടെ നിന്നും തിരികെ കൊണ്ടുപോകുമായിരുന്നു. ലിറ്റിൽ ജോൺ, ഈ വരാന്തയുടെ അങ്ങേയറ്റത്താണ് ശസ്ത്രക്രിയാമുറി. നമുക്ക് റോബിനെ അവിടേക്ക് കൊണ്ടുപോകാം. സന്യാസിനി പറഞ്ഞതനുസരിച്ച് ലിറ്റിൽ ജോൺ തൻ്റെ യജമാനെ തോളിലെടുത്ത് ശസ്ത്രക്രിയാമുറിയിലെത്തിച്ചു. ചികിത്സ നടത്തുന്ന സമയം റോബിനൊപ്പം നിൽക്കാനായിരുന്നു ലിറ്റിൽ ജോണിൻ്റെ തീരുമാനം. എന്നാൽ സന്യാസിനി അതനുവദിച്ചില്ല. ഞാൻ നിശബ്ദനായി യജമാൻ്റെ അരികിൽ നിന്നുകൊള്ളാം. ചികിത്സയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാക്കില്ല, ഉറപ്പ്. ദയവായി എൻ്റെ പ്രഭുവിനൊപ്പം നിൽക്കാൻ അനുവദിക്കൂ. എന്ത് പറഞ്ഞിട്ടും സന്യാസിനിക്ക് അതൊന്നും സമ്മതമായിരുന്നില്ല. കടുത്ത സ്വരത്തിൽ അവർ പറഞ്ഞു, ചികിത്സാ സമയത്ത് രോഗിയും ഞാനും മാത്രമേ മുറിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റാരെയും മുറിയിൽ നിൽക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. പുളിപ്പിച്ച മുന്തിരിച്ചാർ നൽകി ഞാൻ റോബിനെ മയക്കാൻ പോവുകയാണ്. എന്നിട്ട് മാത്രമേ രക്തമൊഴുക്കിക്കളയുന്ന ശസ്ത്രക്രിയ നടത്തൂ. നേരം വെളുക്കുമ്പോഴേക്കും റോബിൻ ഉണരും. അപ്പോൾ തീർച്ചയായും ഞാൻ താങ്കളെ വിളിച്ചുകൊള്ളാം. ഇപ്പോൾ ദയവായി പുറത്തു പോകൂ. മനസ്സില്ലാ മനസ്സോടെ ലിറ്റിൽ ജോൺ പുറത്തെ പൂന്തോട്ടത്തിൻ്റെ അരികിലുള്ള ബെഞ്ചിന് സമീപത്തേക്ക് നടന്നു. അവിടെ ഇരുന്നാൽ തൻ്റെ യജമാനെ കിടത്തിയിട്ടുള്ള മുറിയെങ്കിലും കാണാൻ സാധിക്കുമല്ലോ എന്ന വിചാരമായിരുന്നു ലിറ്റിൽ ജോണിന്. അസ്വസ്ഥമായ മനസ്സോടെ അയാൾ ബെഞ്ചിലിരുന്നു. സന്യാസിമാരെ വെറുത്തിരുന്നെങ്കിലും ഒരു സ്ത്രീ ആയതിനാൽ വളരെ ദയാപൂർവമാണ് റോബിൻ മുൻകാലങ്ങളിൽ തൻ്റെ ബന്ധു കൂടിയായ സന്യാസിനിയോട് ഇടപെട്ടിരുന്നത്. പക്ഷേ സന്യാസിനിക്ക് റോബിനോട് അടങ്ങാത്ത ശത്രുതയുണ്ടായിരുന്നു. കായികമായി തനിക്കൊരിക്കലും റോബിനെ കീഴടക്കാൻ കഴിയില്ല എന്നറിയാമായിരുന്നുകൊണ്ട് അവർ ഇതേവരെ ദേഷ്യം പുറത്ത് കാണിച്ചില്ലെന്ന് മാത്രം. അവർക്ക് റോബിനോട് പക തോന്നാനുള്ള കാരണം നോട്ടിംഗ്ഹാം നാടുവാഴിയുടെ
അടുത്ത കൂട്ടുകാരനായിരുന്ന റോളണ്ട് എന്ന ചെറുപ്പക്കാരൻ അവരുടെ പഴയ കാമുകനായിരുന്നു എന്നതാണ്. റോബിൻ ഹുഡും നാടുവാഴിയും തമ്മിലുള്ള ശത്രുത പ്രസിദ്ധമാണല്ലോ. ആ സ്ഥിതിക്ക് നാടുവാഴിയുടെ സുഹൃത്തിനും കാമുകിക്കും റോബിനോട് പക തോന്നുന്നത് തികച്ചും സാധാരണ മാത്രം. ഇതാ തനിക്ക് ശത്രുവിനെ നശിപ്പിക്കാൻ പറ്റിയ അവസരം ലഭിച്ചിരിക്കുന്നു. ക്ഷീണിതനായ റോബിനെ വധിക്കാൻ തനിക്കിപ്പോൾ ഒരു പ്രയാസവുമില്ല. അജയനെന്ന് ലോകം പ്രഖ്യാപിച്ച റോബിൻ ഹുഡിനെ താൻ വകവരുത്താൻ പോകുന്നു. ഗൂഢസ്മിതവുമായി അവർ ശസ്ത്രക്രിയാ മേശയിൽ മയങ്ങുന്ന റോബിൻ ഹുഡിൻ്റെ അരികിലെത്തി. റോബിൻ്റെ മുഖത്തേക്ക് കുനിഞ്ഞു നോക്കിയവർ പല്ല് കടിച്ചുകൊണ്ട് കൈകൾ കൂട്ടിത്തിരുമി. പിന്നീട് തൻ്റെ കൈവശമുള്ള മൂർച്ചയുള്ള കത്തി കൊണ്ട് അവർ റോബിൻ ഹുഡിൻ്റെ ഇടത് കൈയിൽ ആഴമേറിയ മുറിവുണ്ടാക്കി. അബോധാവസ്ഥയിലായിരുന്ന റോബിൻ ഹുഡ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മുറിവിലൂടെ രക്തം ധാരാളമായി ഒഴുകി തുടങ്ങി. ചികിത്സാ വിധിയനുസരിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം മുറിവ് ഭദ്രമായി കെട്ടി രക്തപ്രവാഹം തടയേണ്ടതുണ്ട്. എന്നാൽ സന്യാസിനി അത് ചെയ്യുകയുണ്ടായില്ല. റോബിൻ്റെ രോഗം ഭേദമാക്കുകയായിരുന്നില്ലല്ലോ അവരുടെ ലക്ഷ്യം. മുറിക്ക് പുറത്തിറങ്ങി വാതിൽ പൂട്ടിയ ശേഷം അവർ തൻ്റെ മുറിയിലേക്ക് പോയി. സന്യാസിനി ചതിച്ചതറിയാതെ ലിറ്റിൽ ജോൺ അപ്പോഴും മുറിക്ക് പുറത്തിരിപ്പുണ്ടായിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. തളർന്ന് മയക്കത്തിലായിരുന്ന റോബിൻ ഹുഡിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നെന്ന പോലെ റോബിൻ ഞെട്ടിയുണർന്നു. ക്ഷീണം മൂലം കൺപോളകൾ തുറക്കാൻ പോലും റോബിൻ ബുദ്ധിമുട്ടി. ശരീരം അനക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ലെന്ന സത്യം റോബിൻ ഹുഡ് മനസ്സിലാക്കി. മുറിയിലാകെ ഇരുട്ട് നിറഞ്ഞതിനാൽ ഒന്നും കാണാനും കഴിയുന്നില്ല. താൻ എവിടെയാണ്? എന്താണ് സംഭവിക്കുന്നത്? സ്വബോധം വീണ്ടെടുക്കാൻ റോബിന് അല്പസമയം വേണ്ടിവന്നു. തൻ്റെ ഇടത് കൈ വെച്ചിരുന്ന ഭാഗത്തെ പരുത്തി തുണി ആകെ നനഞ്ഞിരിക്കുന്നു. രക്തത്തിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധം റോബിന് അനുഭവപ്പെട്ടു. സന്യാസിനി തൻ്റെ കയ്യിലുണ്ടാക്കിയ മുറിവ് കെട്ടിയിട്ടില്ല. തന്നെ ചതിക്കുകയായിരുന്നു അവരെന്ന സത്യം റോബിൻ ഹുഡ് ദുഃഖത്തോടെ തിരിച്ചറിഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ രക്തം വാർന്ന് താൻ മരിക്കുമെന്ന് റോബിൻ ഹുഡിന് ഉറപ്പായി. എന്തു ചെയ്യും? ലിറ്റിൽ ജോൺ എവിടെ? സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. പെട്ടെന്നാണ് കൈയെത്തും ദൂരത്ത് തൻ്റെ പ്രിയപ്പെട്ട ബ്യൂഗിളിരിക്കുന്നത് റോബിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ പ്രയാസപ്പെട്ട് റോബിൻ അത് കൈക്കലാക്കി. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ബ്യൂഗിൾ ചുണ്ടോട് ചേർത്ത് റോബിൻ 3 പ്രാവശ്യം കാഹളം മുഴക്കി. തീരെ ദുർബലമായ ശബ്ദമായിരുന്നു ബ്യൂഗിളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കാഹള ശബ്ദം കേട്ട ലിറ്റിൽ ജോൺ അപകടം മണത്തു. തൻ്റെ യജമാനൻ ഒരിക്കലും ഇത്ര ദുർബലമായി കാഹളം മുഴക്കിയിട്ടില്ല. അദ്ദേഹം എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ലിറ്റിൽ ജോൺ ശസ്ത്രക്രിയാ മുറിയിലേക്ക് അതിവേഗം പാഞ്ഞു ചെന്നു. മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. എങ്കിലും ലിറ്റിൽ ജോണിൻ്റെ കരുത്തിനു മുമ്പിൽ അടഞ്ഞ വാതിൽ ഒരു തടസ്സമായിരുന്നില്ല. ഒറ്റ ചവിട്ടിന് വാതിൽ പാളി അടർന്നു വീണു. യജമാൻ്റെ അരികിലേക്ക് ഓടിയെത്തിയ ലിറ്റിൽ ജോൺ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തിടുക്കത്തിൽ റോബിൻ്റെ കയ്യിലെ മുറിവ് കർച്ചീഫ് കൊണ്ട് കൂട്ടിക്കെട്ടി. ഒറ്റ നോട്ടത്തിൽ തന്നെ സംഭവിച്ചത് എന്താണെന്ന് ജോണിന് മനസ്സിലായി. സന്യാസിനി ചതിച്ചിരിക്കുന്നു. അയാൾ റോബിൻ ഹുഡിൻ്റെ കിടക്കക്കരിയിൽ മുട്ടുകുത്തി നിന്ന് ചോദിച്ചു, പ്രഭു, എനിക്കെല്ലാം മനസ്സിലായി. അങ്ങ് ചിലത് ചെയ്യാൻ എന്നെ അനുവദിക്കണം. എന്താണ് ജോൺ? പറയൂ. റോബിൻ്റെ സ്വരം വല്ലാതെ തളർന്നിരുന്നു. ഷെർവുഡിൽ നിന്ന് നമ്മുടെ ആളുകളെയെല്ലാം ഇവിടേക്ക് കൊണ്ടുവരാൻ എന്നെ അനുവദിക്കണം. ഞങ്ങൾ ഈ സന്യാസിനിയെ ഈ കെട്ടിടത്തിലിട്ട് ചാമ്പലാക്കിക്കൊള്ളാം. ദുഷ്ട, അവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യയല്ല. ലിറ്റിൽ ജോൺ കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്തെ, അത് വേണ്ട. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരു സ്ത്രീയെപ്പോലും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ അതിനനുവദിക്കുകയുമില്ല. ആദർശശാലിയായ തൻ്റെ യജമാൻ്റെ ആജ്ഞാശക്തിയുള്ള വാക്കുകൾ നിരാകരിക്കാൻ ലിറ്റിൽ ജോണിന് കഴിയുമായിരുന്നില്ല. ഒരു കാരണവശാലും
സന്യാസിയെ ഉപദ്രവിക്കില്ലെന്ന് അയാൾ റോബിന് ഉറപ്പ് നൽകി. റോബിൻ ഹുഡിൻ്റെ ശ്വാസഗതി സാവധാനത്തിലായിക്കൊണ്ടിരുന്നു. മുഖം വല്ലാതെ വിളറിയതായി കാണപ്പെട്ടു. ആ വീരയോദ്ധാവിൻ്റെ ചുണ്ടുകൾ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ. ലിറ്റിൽ ജോൺ യജമാൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എൻ്റെ പ്രിയപ്പെട്ട ലിറ്റിൽ ജോൺ, എൻ്റെ അമ്പും വില്ലും എവിടെ? എനിക്ക് അവസാനമായി ഒരിക്കൽ കൂടി വില്ല് കുലയ്ക്കണം. ജോൺ, എന്നെ ആ ജനാലയ്ക്കരികിലേക്ക് കൊണ്ടുപോകൂ. എന്നെ താങ്കൾ താങ്ങി പിടിച്ചാൽ മതി. ഞാൻ അമ്പെയ്തു കൊള്ളാം. എൻ്റെ മരണമിതാ ആസന്നമായിരിക്കുന്നു. ഞാൻ അയക്കുന്ന അസ്ത്രം വീഴുന്ന സ്ഥലത്ത് വേണം എൻ്റെ മൃതദേഹം മറവ് ചെയ്യാൻ. യജമാനൻ പറഞ്ഞതുപോലെ തന്നെ ജോൺ പ്രവർത്തിച്ചു. വില്ലും അമ്പും കയ്യിൽ പിടിച്ചപ്പോൾ റോബിന് പുതിയൊരു ഉന്മേഷം കൈവന്ന പോലെ. ജാലകപ്പഴുതിലൂടെ വിദൂരതയിലേക്ക് റോബിൻ തൻ്റെ അവസാന ശരം തൊടുത്തുവിട്ടു. അസ്ത്രം അധികം ദൂരെയല്ലാത്ത ഒരിടത്താണ് പതിച്ചത്. പൂന്തോട്ടത്തിനരികിൽ നിന്ന ഓക്ക് മരത്തിന് ചുവട്ടിലാണ് ശരം അതിൻ്റെ യാത്ര അവസാനിപ്പിച്ചത്. പ്രഭു, അങ്ങ് ഇത്ര അവശതയിലും നന്നായി ശരം തൊടുത്തിരിക്കുന്നു. ഇത് പറയുമ്പോൾ ലിറ്റിൽ ജോണിൻ്റെ കണ്ഠം ഇടർന്നുണ്ടായിരുന്നു. അതെയോ ജോൺ? എനിക്ക് കാണാൻ കഴിയുന്നില്ല. കണ്ണിൽ ഇരുട്ട് പരക്കുന്നതുപോലെ. എന്തായാലും ജോൺ, നിങ്ങൾ എനിക്ക് അവിടെ തന്നെ അന്ത്യവിശ്രമം ഒരുക്കുക. പച്ച പുൽമെത്തിയിൽ തല ചായ്ച്ചു വേണം എനിക്ക് അവസാനമായി ഉറങ്ങാൻ. എൻ്റെ പ്രിയപ്പെട്ട അമ്പും വില്ലും എൻ്റെ ശരീരത്തിനിരുവശത്തുമായി വെക്കണേ. ഞാൻ ഉറങ്ങുന്ന മണ്ണിന് ചുറ്റും നിറയെ ഹരിതവർണ്ണമുള്ള ചെടികളും മരങ്ങളും താങ്കൾ വെച്ചു പിടിപ്പിക്കില്ലേ? റോബിൻ ഹുഡിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് ലിറ്റിൽ ജോൺ ഉറപ്പു നൽകി. യജമാൻ്റെ കൈകൾ തൻ്റെ വിരലുകളിൽ മുറുക്കെ പിടിക്കുന്നത് ലിറ്റിൽ ജോൺ അറിയുന്നുണ്ടായിരുന്നു. ഗുഡ് ബൈ എൻ്റെ പ്രിയ സുഹൃത്തെ, വിട തരിക. എല്ലാത്തിനും നന്ദി. യജമാൻ്റെ ചുണ്ടുകൾ വിറച്ച് നിശ്ചലമാകുന്നത് ലിറ്റിൽ ജോൺ കണ്ടു. തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന കൈപ്പത്തി അയഞ്ഞ് താഴേക്ക് പതിച്ചപ്പോൾ റോബിൻ്റെ ആത്മമിത്രം ദുഃഖം താങ്ങാനാവാതെ വിതുമ്പി. ഇത്രയും കാലം ഞാൻ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് പ്രഭു പോയി കളഞ്ഞുവല്ലോ അങ്ങ്. ലിറ്റിൽ ജോണിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ നിശ്ചലനായി കിടന്ന റോബിൻ്റെ വിശാലമായ നെറ്റിത്തടത്തിൽ വീണു ചിതറി. അപ്പോഴും മുഖം ശാന്തഗംഭീരമായിരുന്നു. ചുണ്ടിൽ നിന്നും മന്ദഹാസം മാഞ്ഞു പോയിരുന്നില്ല. ക്രിസ്മസ് കാലമാണ്. അകലെയുള്ള പള്ളിയിൽ നിന്നും മണി മുഴങ്ങുന്നത് കേൾക്കാം. പള്ളിയിൽ നിന്ന് കരോൾ ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇനി ആ ഗാനം കേൾക്കാൻ റോബിൻ ഹുഡില്ല. വൈകാതെ ലിറ്റിൽ ജോൺ മെറിമൻ അംഗങ്ങളെ വിളിച്ചു വരുത്തി. തങ്ങളുടെ യജമാൻ്റെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹത്തെ കിർക്കിലി ആബിയിലെ പൂന്തോട്ടത്തിൽ സംസ്കരിച്ചു. കുഴിമാടത്തിന് മുകളിൽ സ്ഥാപിച്ച സ്മാരകശിലയിൽ അവർ ഇങ്ങനെ എഴുതി: ഇവിടെ ഹണ്ടിങ്ടൺ പ്രഭുവായ റോബർട്ട് ശയിക്കുന്നു. ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു വില്ലാളിയും ഭൂമിയിൽ പിറന്നിട്ടില്ല. ഇവിടെ ഉറങ്ങുന്നത് ഒരു ചരിത്ര പുരുഷനാണ്. രാജനീതി എതിരായിരുന്നിട്ടും മറ്റുള്ളവർക്കായി ജീവിതം ഹോമിച്ച ഇതുപോലൊരു മനുഷ്യസ്നേഹി ഉണ്ടാവുകയില്ല. പ്രഭു, അങ്ങ് ശാന്തമായി ഉറങ്ങിയാലും. റോബിൻ ഹുഡ് എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും റോബിൻ ഹുഡ് എന്ന നോവൽ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.